സുലോചന, ഇവന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്ക്. തമിഴ് കലർന്ന മലയാളത്തിൽ ഗോപിനാഥൻ ഡോക്ടറുടെ ശബ്ദം എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. 60കളിലും 70കളിലുമുള്ളവർക്ക് ഗോപിനാഥൻ എന്ന ഡോക്ടറെ മറക്കാനാവില്ല. എറിയാട് എന്ന പ്രദേശത്തിന് കിട്ടിയ സൗഭാഗ്യമായിരുന്നു ആ നല്ല മനുഷ്യൻ. എറിയാട്ടുകാർ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത പടിയത്ത് ഹൈദ്രോസ് മുഹമ്മദ് അലി എന്ന മഹാനായ മനുഷ്യൻ എറിയാടിന് നൽകിയ സമ്മാനം കൂടിയായിരുന്നു ഗോപിനാഥൻ എന്ന ഡോക്ടർ. ഗോപിനാഥനെ ഒന്ന് കണ്ടാൽ തന്നെ അസുഖം പമ്പ കടക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കുറഞ്ഞ ചെലവിൽ കിടത്തി ചികിത്സ വരെ ഉണ്ടായിരുന്ന HM ഹോസ്പിറ്റൽ എന്ന പ്രസ്ഥാനം മുഹമ്മദ് അലിക്കയുടെ മരണത്തോടെ എറിയാടുകാർക്ക് നഷ്ടമായി. അതുപോലെ പലതും ആ നല്ല മനുഷ്യന്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായി. ഗോപിനാഥൻ ഡോക്ടറെ താങ്ങി നിർത്തിയിരുന്ന കൈകൾ ഇല്ലാതായതോടെ ഡോക്ടറും പ്രതിസന്ധിയിലായി. മുന്നോട്ടു പോകാൻ മാർഗമില്ലാതെ HM ഹോസ്പിറ്റൽ അവസാനിക്കുകയായിരുന്നു. പിന്നീട് ഡോക്ടർ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മരിച്ചുപോയെന്നും ഗൾഫിലാണെന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങൾ മാത്രം ബാക്കിയായി. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞു. ശിഷ്ടകാലം അദ്ദേഹം ജീവിച്ചു തീർത്തത് ഗൾഫിലാണെന്നും. ഡോക്ടറുടെ മരണവാർത്ത കേട്ടിട്ട് കണ്ണു നനയാത്ത എറിയാട്ടുകാരുണ്ടാവും എന്ന് തോന്നുന്നില്ല. നിരുപദ്രവകാരിയായ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനെ ആരോഗ്യമേഖലയ്ക്ക് നഷ്ടമായിരിക്കുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റികളും മൾട്ടി സ്പെഷ്യാലിറ്റികളും പ്രാദേശിക ആരോഗ്യ പ്രസ്ഥാനങ്ങളെ വിഴുങ്ങുന്ന ഇക്കാലത്ത് ജനനന്മക്കായി പ്രവർത്തിച്ച നല്ല മനുഷ്യരെ വിസ്മരിച്ചു പോകുന്നതും പ്രാദേശിക പ്രസ്ഥാനങ്ങൾ നിലനിൽക്കേണ്ടത് ഒരു നാടിന്റെ ആവശ്യമാണെന്നതും തിരിച്ചറിയപ്പെടാതെ പോകുന്നത് സങ്കടകരമാണ്. രാവും പകലുമെന്നില്ലാതെ സേവനം ചെയ്തിരുന്ന ഡോക്ടർക്ക് പല തിക്താനുഭവങ്ങളും നാട്ടുകാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നാട്ടുകാരുടെ കല്യാണവും വീടുപാർക്കലും മറ്റു ആഘോഷങ്ങളിലും ഡോക്ടറുടെ സാന്നിധ്യവും സഹായവും ഉണ്ടായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ തമിഴാളത്തിൽ സംസാരിച്ച് ഒരു തലോടൽ കൊണ്ട് രോഗികളെ സാന്ത്വനിപ്പിച്ചിരുന്ന നല്ലവനായ ഡോക്ടർ ഗോപിനാഥന് കൊടുങ്ങല്ലൂർ ആൻസ് ക്ലബിന്റെ സ്മരണാഞ്ജലി. മനഃപൂർവ്വം ആരും ഒന്നും മറക്കാതിരിക്കുക.